السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري. يا صاحب العرفان كل ناصري يا مولى عبد الله شيخ القادر. ഉദിപ്പകലിലൊക്കെയും നൽ നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിലങ്ക് തൊഴുതിതും സാദത്തെ ആറ്റനാൽ കാരത്തിനാലെ കബറതൈ കോഴിത്തേ ആനതിലിറങ്ങി നമാസ് ആടിടും നീതത്തെ. ഒരു സൈബീബിൽ മൗത്ത് വന്ന് ഹാദിറായോക്കത്തെ വൈദ്യനോരത്ത് നോമ്പൊഴി വാക്കുവാനോരത്തെ തരിത്തരോട് ഓതി ഞാൻ മോറത്തിടാ സൗമാനെ പെരിയവൻ നോമ്പോട് കൂടെ അന്ന് ഇപ്പോൾ താമേ. വലമ്മദ് സയ്യിദിന മുഹമ്മദ്. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേജിൽ സന്നിധരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരുമിച്ചത് കൂടിയതുപോലെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനായ ആജാറുപ്പാപ്പ നിരവധി കസ്ബ് കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതനായ അള്ളാഹുവിൻ്റെ ആരിഫായ സാഹിദായ അള്ളാഹുവിൻ മഹാൻ അബീബായ നബിത്തങ്ങളോടുള്ള ഇസ്ക് കൊണ്ട് മഹബത്ത് കൊണ്ട്
നടന്നുകൊണ്ട് പരിശുദ്ധമായ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച മഹാനായ ആജാറുപ്പാപ്പ തങ്ങളുടെ പേരുള്ള 2 വർഷത്തിൽ ഒരിക്കൽ കഴിച്ചു വരാറുള്ള പരിശുദ്ധമായ ഉറൂസ് പരിപാടിയുടെ 1ാമത്തെ ദിവസവും തുടക്ക ദിവസമാണിന്ന്. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യമായി പറയാനുള്ളത്, അങ്ങകലെ റോഡും പക്കത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും പരിശുദ്ധമായ മജ്ലിസിൽ വന്നിരിക്കുക. വളരെ പവിത്രമാണ് ഈ പരിശുദ്ധമായ മജ്ലിസ്, വളരെ അനുഗ്രഹീതമാണ് ഈ പവിത്രമായ മജ്ലിസ്. കാരണം നമുക്ക് അനുഗ്രഹീത പ്രഭാഷണം നടത്താൻ വേണ്ടി ഗൂഡല്ലൂർ സഖാഫി ഉസ്താദ് അവറുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തും. വിശാലമായ പ്രഭാഷണം നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് സദസ്സൊന്ന് ഭംഗിയാക്കി കൊടുക്കണം. അതുകൊണ്ട് അങ്ങകലെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയായി തരാൻ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. കാരണം ഇൽമിൻ്റെ മജ്ലിസാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹുവിൻ്റെ ഇൽമിനെ പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസ് അത് സ്വർഗീയ പൂന്തോപ്പെന്നുള്ളൊരു തോപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പരിശുദ്ധമായ മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സ്ഥലമുണ്ട്, മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലൊരു സ്ഥലമുണ്ട്, അത് സ്വർഗീയ പൂന്തോപ്പെന്നൊരു തോപ്പാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പരിശുദ്ധമായ പൂന്തോപ്പ് തേടിക്കൊണ്ട് ശാരീരികമായ വിഷമങ്ങൾ അനുഭവിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ പരിശുദ്ധമായ മസ്ജിദ് നബവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹബീബുന വസഫിഉന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ആ പരിശുദ്ധമായ ഹളറത്തിലേക്ക് പോവുകയാണെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്ത, ശാരീരികമായ വിഷമങ്ങളില്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ ആ പരിശുദ്ധമായ സ്വർഗീയ പൂന്തോപ്പ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വലയം ചെയ്യുന്ന പവിത്രമായ മജ്ലിസ് പ്രത്യേകിച്ച് ഇവിടെയാകുമ്പോൾ ഒരു പ്രത്യേകതയുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അഥവാ അല്ലാഹു തആല പറഞ്ഞു, പരിശുദ്ധമായ മസ്ജിദുൽ ഹറം എന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമാകുന്ന മുഅ്ജിസത്താകുന്ന ഇസ്റാഉം മിഅ്റാജും സംഭവിച്ച സമയം, അതിനെപ്പറ്റി അല്ലാഹു തആല പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹു തആല പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, ഒരൊറ്റ രാത്രി കൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തിയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി അല്ലാഹു തആല പറയുന്നത്, ബാറകനാ ഹൗലാ. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ബാറകനാ ഫീഹി എന്നല്ല പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസിൽ നാം ബർക്കത്ത് ചെയ്തു എന്നല്ല പറഞ്ഞത്, ബാറകനാ ഹൗല. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു. അത് എന്തുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കളും സ്വാലിഹീങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ചുറ്റും ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്വാലിഹീങ്ങൾപ്പെട്ട അല്ലാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട നിരവധി കറാമത്തുകൾ ജീവിതത്തിലും മരണപ്പെട്ടതിന് ശേഷം കാണിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ആജ്യാറുപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന പവിത്രമായ ഹളറത്തിലാകുമ്പോ പ്രത്യേകമായ ബർക്കത്ത് കൂടി നമ്മുടെ മജ്ലിസിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
അതിൻ്റെ ബർക്കത്തുകളൊക്കെ കരഗതമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് അവറുകൾ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അല്ലാഹുവിൻ്റെ പുണ്യാത്മാക്കളെ കൊല്ലങ്ങൾക്ക് ശേഷവും അവരെ ഓർമ്മിക്കുകയാണ്, അവരെ സ്മരിക്കുകയാണ്, അവരെ മേൽ ആണ്ട് നേർച്ച നടത്തുകയാണ്, അവരുടെ ഉറൂസുകൾ നടത്തുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അവർ അല്ലാഹുവിനെ സ്നേഹിച്ചവരാണ്. അവർ അല്ലാഹുവിനെ അനുസരിച്ചതുകൊണ്ട്, അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് അല്ലാഹു അവരെ സ്നേഹിച്ചു. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരാളാണ് മഹാനായ അജിയാറുപ്പാപ്പ. അലാ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അലാ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയമില്ല, അവർക്കൊരു ഭയപ്പാടില്ല. ഇവിടുന്ന് മഹാനായ ആജിയാറുപ്പാപ്പ പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആൾക്കാർ പറയാൻ വേണ്ടിയല്ല, യൂട്യൂബിൽ കാണാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ സ്വീകരണത്തിന് വേണ്ടിയല്ല, ഏകനായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു തആല മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, ഇന്നലില്ലാഹി ഇബാദം ഫതനാ طلقوا الدنيا وخافوا الفتنة نظروها فلما علموا كأنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. ഇന്നലില്ല, അല്ലാഹുവിനെ കണ്ട ഇബാദും ചില അടിമകൾ തല്ലഖുദ്ദുന്യാ, അവർ ദുന്യാവിനെ തലാഖ് ചൊല്ലിയവരാണ്. ദുന്യാവിന്റെ പളവളപ്പിന്റെ പിന്നാലെ നടന്നവരല്ലവർ, ദുന്യാവിന്റെ ആദരവിനെ ആഗ്രഹിച്ചവരല്ലവർ, ദുന്യാവിന്റെ ആഡംബരത്തെ ആഗ്രഹിച്ചവരല്ലവർ. ഈ ദുന്യവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചകയാണ്, അത് ചതിക്കുഴിയാണ്, അത് ഫിത്നയുടെ ലോകമാണ് എന്ന് മഹാന്മാർ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ദുന്യവിയായ ജീവിതത്തെ ഇളകി വരുന്ന ഒരു സമുദ്രത്തോട് അവർ ഉപമിച്ചുകൊണ്ട് അതിൽ രക്ഷപ്പെടാൻ വേണ്ടി സ്വാലിഹായ അമലുകൾ നിർവഹിച്ചവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അതിൽ പ്രമുഖനായ മഹാനായ ആജിയാറുപ്പാപ്പ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. എല്ലാം റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചവരാണവർ, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്തവരാണവർ, അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചവരാണ്. അവർക്ക് ദുന്യവിയായ ചിന്തയില്ല, ദുന്യവിയുടെ സ്ഥാനമാനത്തിന്റെ പിന്നാലെ നടക്കുന്നവരല്ല. അങ്ങനെയുള്ള മഹാനായ ആജിയാറുപ്പാപ്പ പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, ഹബീബായ നബി തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് കാൽനടയായി കാടുകളിലും കല്ലുകളും പാറകളും പർവ്വതങ്ങളും മലകളും കുന്നുകളും താണ്ടി 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 നടന്നു പോകുമ്പോഴല്ലേ അവിടെ യഥാ ഒരു പറ്റം ആൾക്കാർ മഹാനായ ആജിയാറുപ്പാപ്പാന് മനുഷ്യരെ തിന്നുന്നതായ വർഗം മഹാനായ ആജിയാറുപ്പാപ്പ അവരെ കയ്യിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പാൻ അവർ തടഞ്ഞു വെച്ചില്ല. മോമിനെ, ഉപ്പാപ്പാന്റെ ചരിത്രം നോക്കിയാൽ കാണാം, ഉപ്പാപ്പാൻ അവർ തടഞ്ഞു വെച്ചു. അന്നേക്കുള്ള ഭക്ഷണം അവരെ കയ്യിലുണ്ടായിരുന്നു.
പിറ്റേക്കുള്ള ഭക്ഷണം ഉപ്പാപ്പയായിരുന്നവർക്ക് ലക്ഷ്യമുള്ളത് ഉപ്പാപ്പയെ അറുത്തുകൊണ്ട് ഭക്ഷിക്കാനായിരുന്നവർ തീരുമാനമെങ്കിലും ആ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അതൊന്നും പേടിച്ചില്ല. കാരണം റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഉപ്പാപ്പാന്റെ കറാമത്ത് വെളിവാവുകയാണ്. അവർ ചൂടാക്കാൻ വെക്കുന്ന ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പ് തീയാൽ ചൂടാവുകയും അവരുടെ തലവന്റെ ശരീരത്തിൽ അങ്ങ് വീടുകയും ആ കൊള്ളസംഘത്തിന്റെ തലവന്റെ ശരീരത്തിൽ വീടുകയും അവൻ അവിടെ ചത്തുപോവുകയും ചെയ്തതുകൊണ്ട് മഹാനായ ഉപ്പാപ്പയും കൂട്ടരും രക്ഷപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുമ്പോ, അതുപോലെ ബൊംബായിൽ ഒരു ജോലിയിൽ ഏർപ്പെടുന്ന സമയം മഹാനായ ഉപ്പാപ്പ ഒരു സേട്ടുന്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോ ഒരു ധിക്കാരിയായ, തെമ്മാടിയായ, അഹങ്കാരിയായ, ആരെയും പേടിക്കാത്ത ഒരു ധിക്കാരിയായ സേട്ടുവിന്റെ വീട്ടില് നമ്മുടെ ഇവിടെ കിടക്കുന്ന മഹാനായ ഉപ്പാപ്പ അവറുകൾ ജോലി ചെയ്യുമ്പോ പരിശുദ്ധമായ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലുള്ള സാഷ്ടാംഗമാകുന്ന ഇബാദത്താകുന്ന അസ്വലാത്ത് മിഅ്റാജുൽ മുഅ്മിനീൻ, നിസ്കാരം എന്നുള്ളത് മുഅ്മിനീന്റെ അത് മിഅ്റാജാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ നിസ്കാരം നിർവഹിക്കുമ്പോൾ വാതിൽ വന്നുകൊണ്ട് സേട്ട് മുട്ടുകയാണ്. പക്ഷേ മഹാനായ ഉപ്പാപ്പ നിസ്കാരത്തിലായതുകൊണ്ട് അവിടെ നിന്ന് തുറക്കാൻ കഴിഞ്ഞില്ല. സേട്ട് പിന്നെ അവിടെ നിന്ന് ദേഷ്യം വന്നപ്പോ മഹാനായ ഉപ്പാപ്പാന്റെ മുമ്പിലേക്ക് അവിടുന്ന് തോക്കങ്ങ് ചൂണ്ടേണ്ട താമസം അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ഉപ്പാപ്പാനെ. ഉപ്പാപ്പാന്റെ രണ്ട് കുഞ്ചില് ഇങ്ങനെ സേട്ടിന്റെ മുമ്പിൽ നരു ഇങ്ങനെ വാ പിളർന്നു നിൽക്കുന്ന കാഴ്ച സേട്ടിന് കാണുകയും ബോധരഹിതനായി അവൻ വീണു പോവുകയും ചെയ്ത സംഭവം, ബോംബെയിൽ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ മഹാനായ ഉപ്പാപ്പാന്റെ ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്റെ അടിമ ഞാനുമായി അടുത്തു കഴിഞ്ഞാൽ ഫർളായ നിസ്കാരത്തിന് പുറമേ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ അടിമ ഞാനുമായി അടുത്തു കഴിഞ്ഞാൽ അവർ പിടിക്കുന്ന കൈ ഞാനാകും, അവർ നടക്കുന്ന കാല് ഞാനാകും, അവർ കേൾക്കുന്ന കേൾവി ഞാനാകും, അവർ കാണുന്ന കാഴ്ച ഞാനാകും. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞതുപോലെ വല്ലേ നീലത്തിന്നോം എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാവു തീരം ചെയ്യും ഞാനെന്നവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നവർ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു തആല പറയുകയാണ്, എന്റെ അടിമ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് 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 ഞാനുമായി അടുത്തു കഴിഞ്ഞാൽ, ഞാനുമായി അടുത്താൽ പിന്നെ അവർ കാണുന്ന കാഴ്ച ഞാനാകും. അതാണ് പുതിയ പുരയുള്ള മുഹമ്മദ് ഖാന്റെ പശു കാണാതെയായപ്പോൾ ഉപ്പാപ്പാന്റെ അടുത്ത് ആവലാതി പറയുമ്പോ ഉപ്പാപ്പ പറയുന്നു, അതാ മർത്തനയിൽ പോയിട്ട് നോയിക്കോ, അവിടെയുണ്ട് നിന്റെ പശു എന്ന് ഉപ്പാപ്പ പറയണമെങ്കിൽ അത് കാണാനുള്ള കഴിവ് അള്ളാഹു നൽകിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ആ കഴിവ് അള്ളാഹു നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അള്ളാഹുമായി അടുത്തവർ കൊണ്ടാണ്. ഞാൻ കാണുന്ന കാഴ്ച ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. ഒട്ടനവധി കറാമത്തുകൾ മഹാനായ ഉപ്പാപ്പാൻ്റെത് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് വയലിൻ്റെ ഉസ്താദ് എത്തി. ഇൻഷാ അല്ലാഹ് സ്റ്റേജിലേക്ക് എത്തിയാൽ ഞാൻ എവിടെ എത്തിയാൽ അവിടെ നിർത്തി കളയും വയൽ ഇൻഷാ അല്ലാഹ്. ഇന്നിത് ഉസ്താദിന് സമയം കൊടുക്കണം, ഞമ്മ പ്രസംഗിക്കാനല്ല, അത് ഉസ്താദിൻ്റെ സമയമാണ്. അപ്പോൾ എത്തുന്നതിലേക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിനെ ആരിഫായി ജീവിച്ച, ദുന്യാവിനെല്ലാം വെടിഞ്ഞ് ജീവിച്ച കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സദസ്സിലേക്ക് കയറി വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് എല്ലാ പുറത്തുള്ള ആ ഗേറ്റിന്റെ പുറത്തുള്ള എൻ്റെ നല്ലവരായ സ്നേഹനിധികളായ എൻ്റെ നല്ലവരായ ചെറുപ്പക്കാർ എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുമ്പിൽ വെച്ച കസേരയിൽ, അതുപോലെ ബാക്കിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ എതിർത്ത കസേരയിൽ ഇരുന്നാൽ വഅള് പറയുന്ന ഉസ്താദ് നല്ല കാണുമ്പോൾ ഒരു സദസ്സ് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് ഉപ്പാപ്പാൻ്റെ ബർക്കത്ത് നിങ്ങൾക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ബാക്കിലുള്ളവരെല്ലാം എണിച്ചിട്ടൊന്ന് എതിർക്ക് വന്നിരിക്കും ഇൻഷാ അല്ലാഹ്.
എതിർത്ത കസേല വോളണ്ടിയർമാർ അവരെല്ലാം ഒന്ന് എഴുന്നേൽപ്പിച്ച് കൂടി എതിർത്ത കസേല ഇരുത്താൻ വേണ്ടി നല്ലവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് എടുക്കണ്ട. പറഞ്ഞ പാടനുസരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളാണ് ഈ നാട്ടുകാർ. ഇൻഷാ അല്ലാഹ് ബാക്ക് നല്ല എണിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എതിർത്ത കസേല വന്നിരിക്കുക, എതിർത്ത കസേലെല്ലാം ഫുള്ളാക്കുക. അപ്പോൾ വയല് പറഞ്ഞ ഉസ്താദ് എന്നല്ല അങ്ങകലെ ഗൂഡല്ലൂരിൽ നിന്ന് മാത്രമല്ല ചെമ്മാട് പരിശുദ്ധമായ ദർസ് നടാ ചെമ്മാട് മലപ്പുറം ജില്ലയിലെ ചെമ്മാടിൽ നിന്ന് നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസെല്ലാം മടക്കിക്കൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, നാളെ നമ്മുടെ ഈ സ്റ്റേജിനെ അലങ്കാരമാക്കാൻ, പ്രകാശപൂരിതമാക്കാൻ മഹാനായ സയ്യിദ് സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊരു അനുഗ്രഹമാണ്. മഹാനായ സയ്യിദ് അവർകൾ മേൽമുറിയിൽ വിജ്ഞാനത്തിന്റെ ഗോപുരം തന്നെ സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലേക്ക് നാളെ രാത്രി ഇൻഷാ അല്ലാഹ് ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും നേരത്തെ തന്നെ വരണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്, ഉസ്താദിന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കാര്യം അല്ലാഹു റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ, ഇസ്സത്തിലാക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ മഹാന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരവ് കൽപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഈ നാട്ടിലുള്ള ഓരോ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ വളരെ ആവേശത്തോടുകൂടെ മഹാനായ ആജാറുപ്പാപ്പയോടുള്ള സ്നേഹം കൊണ്ട് ഗൾഫിൽ നിന്ന് ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പ് പോയവരെ നമ്മളെ പട്ടബുദ്ധിച്ചനെ പോലത്തെ ആൾക്കാർ, ഇബ്രാഹിച്ചനെ പോലത്തെ ആൾക്കാരെല്ലാം മുഞ്ഞാന്ന് പോയി എന്നിട്ട് ഉറൂസിന് വേണ്ടി സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വന്നവരുണ്ട്. അതുപോലെ ഇനി വരാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അല്ലാഹു അവരുടെ കാര്യങ്ങളെല്ലാം റാഹത്താക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഉറൂസ് തീരുമാനിച്ചതുപോലെ തന്നെ ഓടി നടന്നതിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഉസ്താദ് ദുആരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല നമ്മളെ കാര്യങ്ങളെല്ലാം റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ ഉറൂസ് അല്ലാഹു തആല വളരെ ഭംഗിയിലും വിജയത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് നാട്ടുകാരായ എല്ലാ ആൾക്കാരും വീട്ടിൽ ആരും നിൽക്കാതെ പരിശുദ്ധമായ എല്ലാ ദിവസവും പരിശുദ്ധമായ മജ്ലിസിൽ വന്ന് മജ്ലിസ് ഭംഗിയാക്കി തരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ദിവസവും നമ്മൾ പാഴാക്കരുത്. 7 ദിവസമാണ് മുത്ത് അടങ്ങിയ ദിവസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദുആക്ക് ഇജാബത്തുള്ള ദിവസം ഏതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെ കാര്യങ്ങളെല്ലാം റാഹത്താക്കി തരട്ടെ, എല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ ദിവസവും വന്നുകൊണ്ട് നമ്മുടെ പരിപാടിനെ വിജയിപ്പിക്കണം, സദസ്സ് ഭംഗിയാക്കി തരണം. അല്ലാഹു തആല നമ്മളെ കാര്യമെല്ലാം റാഹത്താക്കി തരട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് പറയാൻ നമുക്ക് ഈ മദ്രസന്റെ മുകളിൽ നല്ല സുന്ദരമായ അല്ലാഹുവിന്റെ ഇൽമ് നുകർന്നു കൊടുക്കാൻ, അല്ലാഹുവിന്റെ പവിത്രമായ നൂറാനിയത്താകുന്ന പ്രകാശമാകുന്ന ഇൽമ് നുകർന്നു കൊടുക്കാനുള്ള പവിത്രമായ ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യം നമുക്കുണ്ട്. ഉറൂസ് കഴിയുമ്പോൾ നമുക്കതാകണം. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ നല്ല സഹായങ്ങൾ, നല്ല സഹകരണങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഏറ്റവും വലിയൊരു സദഖയാണ് ഇൽമിന്റെ ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വരുമ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണമോ മോതിരമോ അല്ലെങ്കിൽ വളയോ എന്താവട്ടെ പരിശുദ്ധമായ ഉറൂസിലേക്കൊക്കെ കൊടുത്തേക്കാം. അതേ ബാക്കിയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാതിൽ നിന്നും കഴുത്തിൽ നിന്നും മുറിച്ചെടുത്തുകൊണ്ട് അവർ ആരെല്ലാം കൊണ്ടിട്ട് ചെലവാക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാനല്ല. നമുക്ക് കിട്ടണോ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദീനി സംബന്ധത്തിലേക്കൊക്കെ കൊടുക്കണം. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.